എല്ലാവർക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്ററാണ്. മിഡീവൽ ഇന്ത്യ, സൊസൈറ്റി, റിസോഴ്സസ് ആൻഡ് ട്രേഡ്. അതായത് മധ്യകാല ഇന്ത്യയിലെ സമൂഹം, വിഭവം, വിനിമയം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മിഡീവൽ ഇന്ത്യയിലെ ഭരണാധികാരികളെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യകാല ഇന്ത്യയിലെ സമൂഹം എങ്ങനെയായിരുന്നു, അവിടുത്തെ കൃഷി എന്തായിരുന്നു, അവിടുത്തെ വാണിജ്യം എന്തായിരുന്നു എന്നതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വിദേശ സഞ്ചാരികൾ നമ്മുടെ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബാബർ നാമയിൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ, അതായത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ്. Compared to other countries, it is entirely different. The mountains, rivers, forests and the deserts here are unique. The animals, plants, people, languages, rain and wind are all diverse. അതായത് ഇതിൽ പറയുന്നത് മുഗൾ ചക്രവർത്തിയായ ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് വണ്ടർഫുൾ ലാൻഡ്, അതായത് അത്ഭുതമുളവാക്കുന്ന ഒരു ഭൂഭാഗമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് സവിശേഷതകൾ നമ്മുടെ ഇന്ത്യക്കുണ്ട്. ദ മൗണ്ടൻസ്, റിവേഴ്സ്, ഫോറസ്റ്റ് ആൻഡ് ഡെസേർട്സ് ഹിയർ ആർ യുണീക്ക്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഇവിടുത്തെ പർവ്വതങ്ങളും നദികളും കാടുകളും മരുഭൂമികളും എല്ലാം വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ദ ആനിമൽസ്, പ്ലാന്റ്സ്, പീപ്പിൾ, ലാംഗ്വേജസ്, റെയിൻ ആൻഡ് വിൻഡ് ആർ ഓൾ ഡൈവേഴ്സ്. അതുപോലെ തന്നെ ഇവിടുത്തെ മൃഗങ്ങളും ചെടികളും ജനങ്ങളും ഭാഷകളും കാറ്റും മഴയും എല്ലാം മറ്റുള്ള രാജ്യത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ബാബർ നാമയിൽ നമ്മുടെ മിഡീവൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് ബാക്കിയുള്ള സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. The description above is taken from Baburnama, the memoir of Mughal Emperor Babur. The information can you gather about India from it. Babur speaks about the diversity and resources of India. It is this diversity and prosperity that attracted the foreign travelers to India during the medieval period. Their travelogue helps us to comprehend the socio-economic condition of that period. അതായത് നമ്മുടെ ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ഒരുപാട് ആകർഷിച്ചത്. അതായത് അക്കാലത്തെ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥ മനസ്സിലാക്കുന്നത് അവരുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നാണ്. അതായത് ഒരുപാട് വിദേശ സഞ്ചാരികൾ അക്കാലത്ത് നമ്മുടെ മധ്യകാല ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ യാത്രാ വിവരങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മധ്യകാല ഇന്ത്യയിലെ കൃഷിയെക്കുറിച്ചും അന്നത്തെ കൈത്തൊഴിലിനെ കുറിച്ചുമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസാൻഷിപ്പ്, അതായത് കൃഷിയും കൈത്തൊഴിലും. ഫോർ ഫാമിംഗ് സിറിയൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ, ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് വെയർ ടു ബി പെയ്ഡ് ടു ദ റൂളേഴ്സ്. സിമിലർലി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഓൺ ഇൻകം ഫ്രം ട്രേഡ്. ഓൺ 1/6 ഓഫ് ഇൻകം വാസ് ടു ബി സ്പെൻഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ കൺട്രി. അതായത് അക്കാലത്ത് മധ്യകാല ഇന്ത്യയിലെ കൃഷി എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൃഷിയും ആർട്ടിസാൻഷിപ്പ്, അതായത് കൈത്തൊഴിലും. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിലും കന്നുകാലി മേയ്ക്കുന്നതിലും ഭരണാധികാരികൾക്ക് ഭൂമിക്കരം മേച്ചിൽക്കരവും കൊടുക്കണം. അതായത് നമ്മൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലി മേയ്ക്കുന്നതിനുമെല്ലാം അക്കാലത്ത് നമ്മൾ ഭരണാധികാരികൾക്ക് എന്ത് കൊടുക്കണമായിരുന്നു? കരം കൊടുക്കണമായിരുന്നു. അതായത് ഭൂമിക്ക് കരം കൊടുക്കണം, അതുപോലെ തന്നെ കന്നുകാലികളെ മേയ്ക്കുന്നതിനും കരം കൊടുക്കണമായിരുന്നു. Similarly, tax was to be paid on income from trade. അതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്നും നികുതി അടയ്ക്കണം. അപ്പോൾ വരുമാനത്തിൻ്റെ 1/6 നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന കരത്തിൻ്റെ, അതായത് വരുമാനത്തിലെ 1/6 നമ്മുടെ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ കൊടുക്കണമായിരുന്നു. Given above is an extract from the travelogue of Al-Biruni, എ ട്രാവലർ ഹു റീച്ച്ഡ് ഇന്ത്യ ഫ്രം സെൻട്രൽ ഏഷ്യ. അതായത് മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ
അൽ ബറൂനി എന്ന വിദേശ സഞ്ചാരിയുടെ വിവരണത്തിൽ നിന്ന് ലഭിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്തരം വിവരങ്ങളിൽ നിന്നാണ് നമുക്ക് മധ്യകാല ഇന്ത്യയിലെ കൃഷി എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത്. അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഒക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മിഡീവിയൽ ഇന്ത്യ. അതായത് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് പോകണം. പ്രധാനപ്പെട്ട പോർഷനാണ് പറയുന്നത്. ദ അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഒക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മിഡീവിയൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. കൃഷിയെ ആശ്രയിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കോട്ടൺ, cereals, pulses, indigo, sugarcane, etc. were the major crops. അക്കാലത്ത് അവർ പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് കോട്ടൺ പരുത്തി, cereals ധാന്യങ്ങൾ, pulses പയറുവർഗ്ഗങ്ങൾ, indigo നീലം, sugarcane കരിമ്പ് എന്നിവയായിരുന്നു. അവരുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് കോട്ടൺ, cereals, pulses, indigo, sugarcane എന്നിവയായിരുന്നു. അതായത് പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഷുഗർ കെയിൻ അതായത് കരിമ്പ്, ഇൻഡിഗോ നീലം ഇതൊക്കെയായിരുന്നു അവർ പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. ഇൻ ദിസ് പീരീഡ് ദർ വാസ് പ്ലെന്റി ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ഇൻ ഇന്ത്യ ദാറ്റ് വാസ് കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ്. അതായത് കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇൻ ദിസ് പീരീഡ് ദർ വാസ് പ്ലെന്റി ഓഫ് കൾട്ടിവബിൾ ലാൻഡ്. അതായത് കൾട്ടിവബിൾ ലാൻഡ് എന്ന് വെച്ചാൽ കൃഷി ഇറക്കാത്തതായ ലാൻഡും, അതായത് there was a plenty of cultivable land in India that was kept uncultivated. അതായത് കൃഷി ഇറക്കാത്തതായ കുറച്ച് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ചെയ്യാത്തതുമായ ഒരുപാട് സ്ഥലം അക്കാലത്തുണ്ടായിരുന്നു. Those who first cultivated in such land were granted its ownership right. അതായത് ഇത്തരം ഭൂമിയിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്കായിരുന്നു അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലെ കൃഷി ചെയ്യാതെ ഇട്ടിരുന്ന ഭൂമിയിൽ ആരാണോ ആദ്യം കൃഷി ഇറക്കുന്നത് അവർക്കായിരുന്നു ആ കൃഷിയുടെ ഉടമസ്ഥാവകാശം. The hardworking farmers tried to win the ownership of such land in this way. അപ്പോൾ കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ ഒരുപാട് നയങ്ങളും നടപടികളും അക്കാലത്ത് സ്വീകരിച്ചിരുന്നു. The hardworking farmers tried to win the ownership of such land in this way. അപ്പോൾ ഉടമസ്ഥാവകാശം നേടിയെടുക്കാൻ വേണ്ടി കർഷകർ ഒരുപാട് കഠിന പ്രയത്നവും ചെയ്തിരുന്നു. നമുക്ക് നോക്കാം. Let us see the steps taken by the rulers for the progress of agriculture. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ നടപടികളാണ് അക്കാലത്ത് കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ എടുത്തതെന്ന് നോക്കാം. ഫസ്റ്റ്, അറേഞ്ച് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അവർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. സപ്ലൈഡ് സീഡ്സ് വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ അതായത് നികുതി ഇനത്തിൽ ഇളവുകൾ നൽകി. അപ്പോൾ കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ ഒരുപാട് നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിലൊന്നായിരുന്നു അറേഞ്ച് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് ജലസേചനത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. സപ്ലൈഡ് സീഡ്സ് വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ അതായത് നികുതി ഇനങ്ങളിലൊക്കെ ഇളവുകൾ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. In the medieval period, the officers were given land as wages. This system was known as ikta. During the Sultanate period and Jagardari during the Mughal period. അതായത് മധ്യകാലഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമിയായിരുന്നു കൊടുത്തിരുന്നത്. ഈ സമ്പ്രദായം സൽത്താനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഇതിനെ ജാഗിർദാരി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമിയാണ് കൊടുത്തിരുന്നത്. ഈ സമ്പ്രദായത്തെ സുൽത്താനേറ്റ് പീരീഡിൽ ഇക്ത എന്നറിയപ്പെടുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഈ സമ്പ്രദായത്തെ ജാഗിർദാരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. In addition to agriculture, many occupations for making agricultural tools existed in villages. What might they do? അതായത് കൃഷിയോടൊപ്പം തന്നെ കാർഷികോപകരണങ്ങളുടെ നിർമ്മാണത്തിലും പല കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. കൃഷിയോടൊപ്പം തന്നെ അതായത് കാർഷികോപകരണങ്ങൾ നിർമ്മാണത്തിനും അതുപോലെയുള്ള
ചെറിയ ചെറിയ കൈത്തൊഴിലുകളും അക്കാലത്ത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നിലനിന്നിരുന്നു. വീവിംഗ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് വെയർ ദ മേജർ ഓക്കുപ്പേഷൻ ഇൻ ടൗൺ. അതായത് നെയ്ത്തും കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. പട്ടണങ്ങളിൽ നെയ്യുകയും കൈത്തൊഴിലുകളുമൊക്കെ ചെയ്യുമായിരുന്നു. The cotton, indigo and silk produced by the rural folks enriched the textile industry. അതായത് ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്തു വ്യവസായത്തെ ശക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ ഒരുപാട് പരുത്തിയും നീലവും അതുപോലെ തന്നെ പട്ടുനൂലുമൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെ തന്നെ നെയ്ത്ത് വ്യവസായത്തെ ഒരുപാട് ശക്തിയാർജിച്ചു. The Indian weavers produced garments of different colors and quality. അതായത് ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. The garments made of silk, cotton and wool were important among them. അക്കൂട്ടത്തിൽ പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു അവയിൽ പ്രധാനപ്പെട്ട തുണിത്തരങ്ങൾ. New tools like spinning wheel and the looms were used for weaving. Indigo and color mixtures were used for dyeing the textile. Indian textile won world acclaim. അതായത് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുണി വ്യവസായത്തിന് ഒരുപാട് പുരോഗതി കൈവരിക്കാൻ അവർക്ക് പറ്റി. അതിനായിട്ട് നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറകളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. അതുപോലെ തന്നെ തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളുമൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടുകയും ചെയ്തു. അതായത് ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ എന്ന് വെച്ചാൽ നൂൽക്കാനുള്ള ചർക്ക, അതുപോലെ തന്നെ ലൂംസ് തറികളും വെർ യൂസ്ഡ് ഫോർ വീവിംഗ്. നെയ്ത്തിനായിട്ട് പുതിയ ഉപകരണങ്ങൾ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് വെയർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദ ടെക്സ്റ്റൈൽ. തുണികളിൽ ചായം മുക്കുന്നതിനായി നീലവും നിറക്കൂട്ടുകളുമൊക്കെ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തുണിത്തരങ്ങൾക്കൊക്കെ ലോകത്തിൽ വളരെ പ്രശസ്തി നേടിയെടുക്കാൻ സാധിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൗൺസ് ആൻഡ് ട്രേഡ്. അതായത് മധ്യകാലഘട്ടത്തിൽ നഗരങ്ങളും വാണിജ്യങ്ങളും എങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നിക്കോളോ കോണ്ടിയുടെ യാത്രാ വിവരണത്തിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കാം. The great town Vijayanagara is situated near steep mountain ranges. There are attractive gardens and groves in this town. The markets of this prosperous town are full of costly goods. അതായത് വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാം തൂക്കായ മലനിരകളിലാണ്. അതായത് വിജയനഗര ഈസ് സിറ്റുവേറ്റഡ് നിയർ സ്റ്റീപ്പ് മൗണ്ടൻ റേഞ്ചസ്. അതായത് തൂക്കായി കിടക്കുന്ന പർവ്വതങ്ങൾ, അവിടെയാണ് നമ്മുടെ വിജയനഗരം സ്ഥിതി ചെയ്യുന്നത്. There are attractive gardens and groves in this town. ആ നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. The markets of this prosperous town are full of costly goods. അതായത് സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം, അതായത് മാർക്കറ്റുകളെല്ലാം വിലപിടിപ്പുള്ള വസ്തുക്കളാൽ നിറഞ്ഞതാണ്. അപ്പോൾ നിക്കോളോ കോണ്ടി അദ്ദേഹം വിജയനഗരത്തെക്കുറിച്ച് പറഞ്ഞ കാലമാണ് നമ്മൾ കേട്ടത്. Have you read the description about Vijayanagara by Niccolo Conti, the Italian traveler who visited India? അതായത് നിക്കോളോ കോണ്ടി ഇറ്റാലിയൻ ട്രാവലറാണ്, ഇറ്റലിയിൽ നിന്നുള്ള വിദേശ സഞ്ചാരിയാണ്. അദ്ദേഹം നമ്മുടെ മധ്യകാല ഇന്ത്യയിലെത്തിയപ്പോൾ വിജയനഗരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. The agricultural progress created favorable condition of the prosperity of trade and commerce. അതായത് കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യവും അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യമായി ഒരുക്കി. അതായത് കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടായപ്പോൾ അതുപോലെ തന്നെ വ്യവസായവും പുരോഗതി ഉണ്ടാവാൻ തുടങ്ങി. ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി എക്സെട്ര വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. അതായത് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾക്കും തുണിത്തരങ്ങളും പിന്നെ തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവയൊക്കെ
പുറം നാടുകളിൽ വളരെ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്ന ഇന്ത്യൻ സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും ഒക്കെ ഒരുപാട് വിദേശത്തോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ആനക്കൊമ്പ്, പിന്നെ ലെതർ തുകൽ, അതുപോലെ ജംസ്, രത്നങ്ങൾ, സാൻഡൽ, ചന്ദനം, മെറ്റൽ, ലോഹങ്ങൾ, പേൾ, മുത്ത്, ഐവറി, ആനക്കൊമ്പ്, ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലെ ഒരുപാട് പ്രിയപ്പെട്ട വിഭവങ്ങളായിരുന്നു. ദീസ് കോമഡിറ്റീസ് അട്രാക്റ്റഡ് ട്രേഡേഴ്സ് ടു ഇന്ത്യ. ഇത്തരം വിഭവങ്ങളാണ് അവിടുത്തെ വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ഇത്തരം വിഭവങ്ങൾ കണ്ടാണ് ഒരുപാട് വിദേശ സഞ്ചാരികൾ നമ്മുടെ മധ്യകാല ഇന്ത്യയിലേക്ക് എത്തിയത്. അതും ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്, അണ്ടർലൈൻ ചെയ്തേക്കണം. Several traders from different parts of the world reached India in the medieval period. അതായത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കച്ചവടക്കാർ മധ്യകാല ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. The foreigners who engaged in trade with India. അതായത് ഇന്ത്യയുമായി വ്യാപാരം നടത്തിയിരുന്ന വിദേശ ആരെല്ലാമായിരുന്നു? അതിൽ ഫസ്റ്റ് ചൈനീസ്, ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അതായത് ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, ഇവരെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയിലെ വിഭവങ്ങൾ ആകർഷിച്ച് എത്തിയവരാണ്. Having you listen to the description of Indian towns by Ibn Battuta. അതായത് ഈ നമ്മൾ നോക്കാൻ പോകുന്നത് ഇബൻ ബത്തൂത്ത എന്ന വിദേശ സഞ്ചാരി നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. നോക്കാം. The towns in the India are highly populous and wealthy. The streets of the cities were flooded with the diverse goods. Delhi and Daulatabad are colorful cities. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ്. ഇന്ത്യയിലെ നഗരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. The towns in the India were highly populous ആൻഡ് വെൽത്തി. അതായത് വലിയ ജനസംഖ്യ നിറഞ്ഞതും സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങളിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉള്ള കമ്പോളങ്ങളാണ്. അതായത് ദ സ്ട്രീറ്റ്സ് ഓഫ് ദ സിറ്റീസ് വെയർ ഫ്ലഡഡ് വിത്ത് ഡൈവേഴ്സ് ഗുഡ്സ്. ഡൽഹി ആൻഡ് ദൗലത്താബാദ് ആർ കളർഫുൾ സിറ്റീസ്. അതിൽ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ഡൽഹിയും ദൗലത്താബാദും. നഗരങ്ങളുടെ തെരുവോരങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുള്ള മാർക്കറ്റുകളും ഉണ്ടായിരുന്നു. ആഗ്ര, ഫത്തേപൂർ സിക്രി ആൻഡ് അഹമ്മദാബാദ് ആർ ബിഗർ ദാൻ ലണ്ടൻ. ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. ഡൽഹി ഈസ് ദ ബിഗ് ആൻഡ് വെൽത്തി സിറ്റി. അതായത് ആഗ്ര, അതുപോലെ ഫത്തേപൂർ സിക്രി, അഹമ്മദാബാദ്, ഇത് തന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ നഗരമായ ലണ്ടനേക്കാളും വലുതാണ് എന്നാണ് റാൽഫ് ഫിച്ച് എന്ന വിദേശ സഞ്ചാരി പറഞ്ഞിട്ടുള്ളത്. ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. ദ ഡൽഹി ഈസ് എ ബിഗ് ആൻഡ് വെൽത്തി സിറ്റി. അതുപോലെ തന്നെ ഡൽഹിയും വലുതും അതുപോലെ തന്നെ സമ്പന്നവുമായ ഒരു വലിയ നഗരമായിരുന്നു. അത് വിദേശ സഞ്ചാരിയായ റാൽഫ് ഫിച്ച് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. Having to listen to the description of Indian towns by Ibn Battuta, the Moroccan traveler who visited during the Sultanate period, and Ralph Fitch, the English traveler who visited during the Mughal period. അതായത് നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് ഇബൻ ബത്തൂത്ത, അതായത് മൊറോക്കൻ ട്രാവലറാണ്, മൊറോക്കൻ സഞ്ചാരിയായ ഇബൻ ബത്തൂത്ത പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. അതുപോലെ തന്നെ അദ്ദേഹം സുൽത്താനേറ്റ് പീരീഡിലാണ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. അതുപോലെ റാൽഫ് ഫിച്ച്, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ട്രാവലറാണ്, അദ്ദേഹം മുഗൾ പീരീഡിലാണ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. ടൗൺസ് ഡെവലപ്ഡ് അറൌണ്ട് ദ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ എക്സെട്ര വെയർ ദ ടൗൺസ് ദാറ്റ് ഡെവലപ്ഡ് ഇൻ ദിസ് വേ. അതായത് ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ അക്കാലത്ത് വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന കുറച്ച് നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ തുടങ്ങിയവ.